അപ്പൊ സംഘി എന്നുള്ള ലേബല് ഉണ്ണിമുകുന്ദന് ഉപകാരപ്പെട്ടപ്പോ ഞാൻ സുഡാപ്പിയാണെന്ന് തുറന്നു പറഞ്ഞ ഷെയ്ൻ നിഗമിന് വമ്പൻ നഷ്ടമാണ് സിനിമാ മേഖലയിലുണ്ട്. അതിൽ ഉണ്ണിമുകുന്ദനെയും ഷെയ്ൻ നിഗമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘി സുഡാപ്പി എന്നുള്ള രീതിയിൽ ഒരു യുദ്ധമാണ്. ആരാണ് നിലവിലെ യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുന്നത് എന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ആർക്കാണ് ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്? അത് സംഘിക്കാണോ സുഡാപ്പിക്കാണോ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ജസ്റ്റ് അനലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഇപ്പം ഷെയ്ൻ നിഗമിന്റെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, ഉണ്ണിമുകുന്ദന്റെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. ഷെയ്ൻ നിഗമിന്റെ പടം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുക, മലയാളിയായിട്ടൊരു നടൻ തമിഴ്നാട്ടിൽ പോയി അവിടെ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ട് ഇറങ്ങുന്ന ഒരു പടമാണ്. അത് കേരളത്തിൽ പോസ്റ്ററുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. തിയേറ്ററിൽ പോയിട്ട് 10 ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് സിനിമ കാണാൻ പറ്റാതെ, രണ്ടാമതും പോയിട്ടും 10 ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് സിനിമ കാണാൻ പറ്റാതെ സംസാരിക്കുന്ന ആൾക്കാരുടെ വിഷ്വൽസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ൻ നിഗം തന്നെ പറയുന്നു, കൈകൂപ്പി പറയുന്നു, അല്ലെങ്കിൽ കണ്ണുനീര് വരുന്നു, അല്ലെങ്കിൽ കരഞ്ഞു പോകും എന്നുള്ള രീതിയിലൊക്കെ ഷെയ്ൻ നിഗമിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്താ സംഭവം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഷെയ്ൻ നിഗം, ഇവർക്ക് രണ്ടുപേർക്കും രാഷ്ട്രീയമുണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പം ഷെയ്ൻ നിഗമിനെ പറ്റി ആദ്യമേ പറയാം. ഷെയ്ൻ നിഗം കുറച്ച് നാളുകൾക്ക് മുമ്പ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സംഘപരിവാർ അല്ലെങ്കിൽ BJP ഗവൺമെന്റിനെ നിരന്തരം വിമർശിക്കാറുണ്ട്, പലതുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയാറുണ്ട്. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ ഹിന്ദു ആചാരപ്രകാരമുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്ന ഒരു വ്യക്തി, സംഘി എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ണിമുകുന്ദനും അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ പടങ്ങൾ ഇറങ്ങാൻ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇത് തോൽപ്പിക്കാൻ നോക്കും. സോഷ്യൽ മീഡിയയിലാണ് മെയിൻ ഈ സിനിമ ഇറങ്ങുന്നത്. ചിലപ്പോൾ തിയേറ്ററിൽ പടം ഇറങ്ങി കാണത്തില്ല, അതിനു മുമ്പ് കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ഇടും. ഇത് ആദ്യം ഈ ആക്രമണം ഏറ്റുവാങ്ങിയത് ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. ഈ അടുത്ത സമയത്തായിട്ടാണ് ഷെയ്ൻ നിഗമിന് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അടുത്ത സമയത്താണ്, വളരെ അടുത്ത സമയത്താണ്. ഉണ്ണിമുകുന്ദന്റെ കാര്യം അങ്ങനെയല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സംഘപരിവാറിനൊന്നും കേരളത്തിൽ അത്ര വലിയ ശക്തിയില്ലായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും അവർക്ക് പ്രൊഫൈലുകൾ ഒരു വിഷയത്തിൽ ആ വിഷയം ഒരു അജണ്ടയാക്കി മാറ്റാനുള്ള ശക്തിയൊന്നും അവർക്കില്ലായിരുന്നു. അന്ന് ഈ ഉണ്ണിമുകുന്ദനൊക്കെ ഇപ്പം ഹിന്ദുപരമായിട്ടുള്ള ഒരു ഫോട്ടോസ് ഇടാൻ നേരത്തെ വലിയ ആക്രമണം ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ണിമുകുന്ദൻ നടന്നിട്ടുണ്ട്. മേപ്പടിയൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് അതിനകത്ത് സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് ഉണ്ടെന്ന പേരിൽ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമ എന്ന് പറയാൻ അത് കോർണർ ചെയ്ത് കളയുന്ന പോലെ ആക്രമണമാണ് ഉണ്ടായത്. ഇത് തുടക്കം കുറിച്ചത് അവരൊക്കെയാണ്. സംഘി എന്നുള്ള പേരിൽ സംഘപരിവാറിന് വലിയ ശക്തിയില്ലാത്ത സമയത്ത് ആദ്യമേ ഉണ്ണിമുകുന്ദനെ ആക്രമിച്ചത് എതിർഭാഗത്തിലുള്ള ആൾക്കാരാണ്. ഉണ്ണിമുകുന്ദന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നെഗറ്റീവ് പറയാം, പലതരത്തിലുള്ള പേരുകൾ ഇട്ട് വിളിക്കുക, ഉണ്ണിമുകുന്ദനെ മാക്സിമം ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഉപദ്രവിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേണം, മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ, ഉണ്ണിമുകുന്ദന്റെ മേപ്പടി, എനിക്ക് മാളികപ്പുറത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ഉണ്ണിമുകുന്ദന്റെ മേപ്പടിയും പടമാണ്. ഇനി മാളികപ്പുറത്തിലേക്ക് വരാം. മാളികപ്പുറം എന്ന് പറയുന്ന ഒരു നോർമൽ പടമാണ്, ഒരു ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഒരു പടമാണ്. ഇതിനു മുമ്പും ഭക്തിപ്പടങ്ങളൊക്കെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി അനാവശ്യമായിട്ട് അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് പണി മേടിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു മാളികപ്പുറം എന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദന്റെ പടം ഇറങ്ങുന്നു, വെറുതെ വന്ന് കുറെ ആൾക്കാർ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. ഭക്തിപ്പടമാണ്, അയ്യപ്പനാണ്, നീ ആരാണ്, അയ്യപ്പനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വെറുതെ. ഞാൻ വീണ്ടും പറയാം, നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഭക്തിപ്പടം ഇറക്കുന്നതൊന്നും ഉണ്ണിമുകുന്ദനൊന്നും അല്ല. എല്ലാ തരത്തിലും സിനിമ, ഇപ്പൊ ത്രില്ലർ ഉണ്ട്, അതുപോലെ കോമഡി ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള പടങ്ങളുണ്ട്. ഇതിനകത്ത് ഭക്തിപ്പടം എന്നുള്ള രീതിയിൽ ഒരു സിനിമ ഇറങ്ങും. എല്ലാവരും മഹാഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞാൽ എന്താണ്, ആ സിനിമ മഹാമോശമാണ്, ഇത് ഭക്തിപ്പടമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ആ സിനിമ നമ്മൾ ആലോചിക്കേണ്ടത് 100 കോടിയോളം കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ആരാണ് ആ സിനിമ വിജയിപ്പിച്ചത് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. ആ സിനിമ വിജയിപ്പിച്ചത് കേരളത്തിലെ സംഘപരിവാറാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബസ്സുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകളെ തിയേറ്ററിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വിഷ്വൽസ് നിങ്ങൾ ഇപ്പൊ നോക്കിയാലും കാണാം. മാളികപ്പുറം സിനിമ കാണാൻ സംഘപരിവാർ കൃത്യമായ രീതിയിൽ സ്ത്രീകളെ ഉൾപ്പെടെ തിയേറ്ററിലേക്ക് എത്തിച്ചു. ആ തിയേറ്റർ നിറയ്ക്കുന്ന രീതിയിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് മാളികപ്പുറം സിനിമയ്ക്ക് വേറെ ലെവൽ ഒരു കളക്ഷനിലേക്ക് എത്തിയത്. അത് ആ കഴിഞ്ഞ വർഷത്തെ ഹിറ്റുമായിരുന്നു, ഭയങ്കര ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പോഴും ഉണ്ണിമുകുന്ദനെ ചില ആൾക്കാർ വെറുതെ വിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഒരു ചാനലുണ്ട്, ഞാൻ ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു 4 പേര് വട്ടം ചുറ്റിയിരുന്ന് സംസാരിക്കും. ഉണ്ണിമുകുന്ദന്റെ പുതിയ സിനിമയുടെ ഒരു ജയ ഗണേഷ് ആണ് എന്നുള്ള പേര്. അതിനകത്ത് ഹനുമാനായിട്ടാണോ ഉണ്ണിമുകുന്ദൻ വരുന്നതെന്ന് വരെ ചില ആൾക്കാരും, ഇപ്പൊ യഥാർത്ഥത്തിൽ ആ ചാനലാണ് ഉണ്ണിമുകുന്ദന്റെ PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചുമ്മാ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും വെറുതെ. ഇപ്പം സുരേഷ് ഗോപി തൃശ്ശൂർ എങ്ങനെ ജയിച്ചത്?
ഇവരെ പോലുള്ള ആൾക്കാർ വെറുതെ ഇരുന്ന് ചെമ്പ് പിച്ചള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഇഷ്ടപ്രകാരം ലോർഡ് മാതാ പള്ളിയിൽ ഒരു കിരീടം കൊടുത്തു. ഇത് ചെമ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം അറ്റാക്ക് ചെയ്തു. അവസാനം ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ A to Z പോയിട്ട് എവിടെ വോട്ട് ചെയ്തു? സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. ഇങ്ങനെ ഒരു കലാപരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഉണ്ണിമുകുന്ദനെ മാക്സിമം ഉപദ്രവിക്കുക ഈ 4 പേരും കൂടെ ചുറ്റിയിരുന്നുള്ള ചർച്ചയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഉണ്ണിമുകുന്ദനെ റേഞ്ച് വെക്കുക, ഇന്ത്യ ടുഡേ പോയിട്ട് നാഷണൽ ലെവൽ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 4 പേരും കൂടി ഇരുന്ന് മാക്സിമം ഉപദ്രവിച്ചു. ഗണപതിയായിട്ടാണോ അജയ് ഗണേഷ്, ആ സിനിമയുടെ പ്രമേയം എന്താണെന്ന് പോലും അറിയാതെ ചുമ്മാ ഇത് വിവരക്കേട് വിളിച്ചു പറയുന്ന ഒരു കലാപരിപാടി. ഇത് വർഗീയതയാണ്. ആ വർഗീയതയാണ് ഇപ്പോ തീക്കായിട്ട് അഴകി തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതിനുശേഷം നമ്മൾ ആലോചിച്ച് നോക്കുക, അവർക്ക് മാക്സിമം മാളികപ്പുറം ഹിറ്റ് ആക്കാൻ സാധിച്ചു. അതിനുശേഷം ഉണ്ണിമുകുന്ദൻ മാർക്കോ സിനിമ വന്നു. ആ മാർക്കോ സിനിമയ്ക്ക് വ്യക്തമായ രീതിയിലുള്ള പ്രൊമോഷൻ വന്നു. ഉണ്ണിമുകുന്ദന്റെ പടമാണെന്നുള്ള പേരിൽ തന്നെ ആൾക്കാർ കയറി കണ്ടിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ആ പടം വിജയിപ്പിക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ കയറി കണ്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദന്റെ പേരിലാണ് ആ പടം ആൾക്കാർ കയറി കണ്ടതും. ആ പടം പോസിറ്റീവുകൾ വന്നപ്പോഴത്തേനും അത് വേറെ റേഞ്ചിലേക്കും പോയിട്ടു. നമ്മുടെ നാട്ടില് നടന്മാരെന്നൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അവര് വ്യക്തമായ രീതിയിൽ നല്ല അഭിനയം കാഴ്ചവെക്കാത്ത ഒരാൾ പോലും മലയാളത്തിൽ നിലനിന്നിട്ടില്ല. ഉണ്ണിമുകുന്ദനും നല്ലൊരു നടനാണ്. ഷെയ്ൻ നിഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷെയ്ൻ നിഗമൊക്കെ കെട്ടിലൊരു നടനാണ്. ഭൂതകാലം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അടുത്ത കാലത്ത്, ഞാൻ കണ്ടതാണ്. അതിനകത്തൊരു പ്രേതപ്പെടാണ്, രേവതിയും ഷെയ്ൻ നിഗമാണുള്ളത്. എന്താ ആക്ടിങ് ആണെന്നൊരു പുള്ളിക്കാരൻ. പക്ഷെ ഷെയ്ൻ നിഗമിന്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ ചില റോളുകൾ എടുത്ത് ചെയ്യുമ്പോൾ കോമഡി ആക്കും. ഇപ്പൊ RDX എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് റോബർട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെപ്പയുടെ പടമായതുകൊണ്ടാണ് RDX കാണുന്നത്. ഇട്ടിപ്പടമല്ലേ, പെപ്പ ഡിഡി എന്ന് പറഞ്ഞ ഇടിയാണ്. അതിനിടയ്ക്ക് റോബോട്ട് അതറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് ആ സിനിമയിൽ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലും നമ്മൾ വിചാരിക്കും ആനണ്ട ദാണ്ട വരുന്നതാണ്. അപ്പോഴാണ് ഒരു കൊച്ചു പയ്യൊരു ബസ് ഇറങ്ങി വരുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഈ ഇവൻ എന്ത് ചെയ്യാനാണ് ഈ ബോഡി ലാംഗ്വേജ്. ഞാൻ ബോഡി ഷെയിം ചെയ്യല്ല, നമുക്ക് ഫീൽ ചെയ്യണ്ടേ ഒരു സിനിമയിൽ. അതേസമയം നമ്മൾ മാർക്കോ സിനിമ നോക്കുക. മാർക്കോ സിനിമയിൽ ഉണ്ണിമുകുന്ദന്റെ ബോഡി ലാംഗ്വേജും ആ നടത്തത്തിന്റെ ഭംഗിയും ഒക്കെ ആ സിനിമയിൽ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ RDX എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാസ്റ്റ് എന്ന് പറയുന്നത് ഷെയ്ൻ നിഗത്തിന്റെ ആയിരുന്നു. പറ്റുന്നില്ലായിരുന്നു ഷെയ്ൻ നിഗം. പക്ഷെ ഭൂതകാലം എന്ന് പറയുന്ന സിനിമ നോക്കുക, അതുപോലെ വേറെ പടങ്ങളുണ്ട്. നമ്മളെ ഷമ്മിയുടെ പടം ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഷെയ്ൻ നിഗം പറ്റുന്ന നല്ല ക്യാരക്ടറാണ്. പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടറുണ്ട്. പക്ഷെ പരിമിതികളുണ്ട് ഷെയ്ൻ നിഗത്തിന്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷെയ്ൻ നിഗം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സുഡാപ്പിയാണ്. അതിനുശേഷം ഷെയ്ൻ നിഗത്തിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും ഉണ്ണിമുകുന്ദനെ കളിയാക്കുന്നതും ഇതൊക്കെ ആവുമ്പോഴത്തേനും എതിർഭാഗം പ്രകോപിതരായി എന്നുള്ളതാണ് സത്യം. പ്രകോപിതരായെന്ന് മാത്രമല്ല ഷെയ്ൻ നിഗത്തിനെതിരെ അവർ തിരിഞ്ഞു. അന്ന് ഉണ്ണിമുകുന്ദനെതിരെ എങ്ങനെ തിരിഞ്ഞോ അതിന്റെ 2 ഇരട്ടി ശക്തിയായിട്ടാണ് ഇപ്പൊ അവര് ഷെയ്ൻ നിഗത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഗാസയുടെ ഒക്കെ വിഷയത്തിൽ ഷെയ്ൻ നിഗത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട്, പക്ഷെ കേരളത്തിലോ ഇന്ത്യയിലോ നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങളിൽ ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഷെയ്ൻ നിഗത്തിനെ. ഷെയ്ൻ നിഗം ഓപ്പണായിട്ട് രാഷ്ട്രീയം പറഞ്ഞു, സുഡാപ്പി എന്നുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ സംഘി സുഡാപ്പി എന്നുള്ള രീതിയിലൊരു വാറാണ്. സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊരു യുദ്ധമായി മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയിച്ചത് തീർച്ചയായിട്ടും ഉണ്ണിമുകുന്ദൻ പക്ഷവുമാണ്. ഉണ്ണിമുകുന്ദൻ പക്ഷം കൃത്യമായ രീതിയിൽ വിജയിച്ചു. ഇവിടുത്തെ ഒരു കാര്യം, സിനിമാ മേഖലയിൽ നമ്മൾ ആലോചിക്കുക, ഈ ഷെയ്ൻ നിഗത്തിന്റെ പക്ഷമുണ്ട്. ഈ ഷെയ്ൻ നിഗത്തിന്റെ പക്ഷത്തിലുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കമന്റ് ചെയ്യത്തുള്ളൂ. അവര് വലിയൊരു ആൾക്കാരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരൊന്നുമല്ല. അപ്പൊ ഷെയ്ൻ നിഗമിന്റെ അബദ്ധമായി പോയി യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് തുറന്നു പറഞ്ഞത്. അവരിൽ മഹാഭൂരിപക്ഷം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകൾ കാണുന്ന ഒരു ചുരുക്കമാണ്. അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആ മതത്തിലൊക്കെ. അല്ലെന്നുണ്ടെങ്കിൽ ഇവര് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുറിപ്പ് എഴുതും, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുള്ളൂ. ഓപ്പോസിറ്റ് സൈഡാണെന്നുണ്ടെങ്കിൽ സംഘപരിവാർ പക്ഷത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വ്യക്തമായി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ ഓഡിയൻസ് എന്ന് പറയുന്നത് അവരൊക്കെയാണ്. കൃത്യമായ രീതിയിൽ അവർക്ക് മതത്തിന്റെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവർ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്. അവർ വ്യക്തമായി പോയി സിനിമ കണ്ടു, ഉണ്ണിമുകുന്ദന്റെ പടം ഹിറ്റാക്കി. ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ ഷെയ്ൻ നിഗത്തിനെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്തു, തിയേറ്ററിലേക്ക് ആള് പോയില്ല. ഷെയ്ൻ നിഗമിന്റെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ പോലും ഷെയ്ൻ നിഗമിന്റെ ഇങ്ങനെയാണ് അവൻ, ഒരു ഇച്ചിരി അഹങ്കാരമാണ്, എന്തിനാണ് ഉണ്ണിമുകുന്ദനെ അവൻ അന്ന് അങ്ങനെ പറഞ്ഞത്, അത്രയ്ക്ക് അഹങ്കാരമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇവന് ചെറിയൊരു സോഷ്യൽ മീഡിയ തന്നെ ഈ കഞ്ച എന്നുള്ള രീതിയിലൊക്കെ ചുമ്മാ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തുവാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല, പക്ഷെ ചുമ്മാ ഇങ്ങനെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേരിലൊക്കെ ഫാമിലി ഓഡിയൻസ് ആയാലും അല്ലെങ്കിൽ ഒരു സംഘപരിവാർ ചായ്വുള്ള ആൾക്കാർ പോലും ഷെയ്ൻ നിഗത്തിന്റെ പടത്തിന് പോയില്ല എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ തിയേറ്ററിൽ സിനിമ കാണാൻ പോകാത്ത ആൾക്കാരാണ്. അങ്ങനെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും മോശം പടം വന്നാൽ പോലും തിയേറ്ററിൽ ആൾ കയറുന്ന അവസ്ഥയുണ്ട്. അതേസമയം
ഷെയ്ൻ നിഗമിന്റെ ഒരു മോശം പടമാണെങ്കിൽ പോലും 10 പേര് പോലും ഇല്ലാത്ത തിയേറ്ററിൽ പടം ഓടാത്തൊരവസ്ഥയുണ്ട്. ഈ ഒരു വിഷയത്തിൽ പണ്ട് വെറുതെ കയറി ചൊറിഞ്ഞു ഇപ്പൊ പണി മേടിച്ചു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അനാവശ്യമായിട്ട് സംഘപരിവാറിനൊന്നും ശക്തിയില്ലാത്ത സമയത്ത് സംഘപരിവാറിന്റെ പേരിൽ വെറുതെ ഉണ്ണിമോഹനെ ചൊറിഞ്ഞു. ആംബുലൻസ് സേവാഭാരതിയുടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിഞ്ഞു. അന്ന് മേപ്പടിയാനും ഹിറ്റായി. അതിനുശേഷം വന്ന മാളികപ്പുറം ഭയങ്കര ഹിറ്റായി. ജയ് ഗണേഷ് പൊട്ടിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഷെയ്ൻ നിഗമിന്റെ അവസ്ഥ പോലും ജയ ഗണേഷ് എന്ന് പറയുന്ന പടത്തിന് വന്നില്ല. ഞാൻ ജയ ഗണേഷ് കണ്ടിട്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടാത്തൊരു പടമാണ്. പക്ഷേ തിയേറ്ററിൽ ആളെ കയറ്റാൻ അവർക്ക് പറ്റിയ എന്നുള്ളതാണ്. പലപ്പോഴും തിയേറ്ററിൽ ആളെ കയറ്റാൻ പറ്റും. പക്ഷെ ഒരു 10 പേരില്ലാത്ത തിയേറ്ററിൽ സിനിമ കളിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ഷെയ്ൻ നിഗമിന് ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇവരുടെ ചുറ്റുപാടിൽ നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ സംഘി എന്നുള്ള ലേബല് ഉന്നമുഖത്തിന് ഉപകാരപ്പെട്ടപ്പോ ഞാൻ സുഡാപ്പിയാണെന്ന് തുറന്നു പറഞ്ഞ ഷെയ്ൻ നിഗമിന് വമ്പൻ നഷ്ടമാണ് സിനിമാ മേഖലയിൽ ഉണ്ടായത് എന്ന് നമുക്ക് ഈ വിഷയത്തിൽ കാണേണ്ടി വരും. ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ണിമുകുന്ദനെയാണോ അതോ ഷെയ്ൻ നിഗമിനെയാണോ വ്യക്തമായി ഉണ്ണിയാണെങ്കിൽ ഉണ്ണി എന്ന് കമന്റ് ചെയ്യുക, ഷെയ്ൻ ആണെങ്കിൽ ഷെയ്ൻ നിഗം എന്ന് കമന്റ് ചെയ്യുക. ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ ചരിത്രത്തിൽ നമ്മൾ ആലോചിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിരുന്നു. ഇവര് തമ്മിൽ ഇതുപോലൊരു യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. മതത്തിന്റെ പേരിൽ ഒരു യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ണിമുകുന്ദൻ ഷെയ്ൻ നിഗം എന്ന് പറഞ്ഞ പേരിൽ വ്യക്തമായ രീതിയിൽ നമ്മൾ എത്ര മറച്ചു വെച്ചാലും വ്യക്തമായ രീതിയിൽ സംഘപരിവാർ സുഡാപ്പി എന്നുള്ള രീതിയിൽ ഒരു ഒരു വമ്പ യുദ്ധമാണ് ഇപ്പം സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തിയേറ്ററിൽ ആള് കയറുന്നില്ല. അവിടെയാണ് പ്രശ്നം. തിയേറ്ററിൽ ആള് കയറിയാലേ ഒരു നടന്റെ സിനിമ ഹിറ്റ് ആകത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഒരു സൈഡിന് പറ്റാത്തപ്പോൾ മറ്റേ സൈഡ് എത്ര മോശം സിനിമയാണെങ്കിലും ഹിറ്റ് അടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ശക്തി അവർ വലിയ ശക്തിയായി മാറുന്നു എന്നുള്ളത് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇത് വെറുതെ ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് പറയാം, ഇത് ഉണ്ണിമുകുന്ദനെ അന്ന് വെറുതെ ചൊറിഞ്ഞു മേടിച്ച പണിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. ഉണ്ണിമുകുന്ദന്റെ സിനിമയ്ക്കൊക്കെ കമന്റ് ബോക്സിൽ പോയിട്ട് സംഘി മുകുന്ദൻ, ചാണക മുകുന്ദൻ, ഇവന്റെ സിനിമയൊക്കെ ആര് കാണാൻ പോകാനാണ്, ഇവൻ പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്നവനാണ്, ഇവൻ RSSകാരനാണ്, BJPക്കാരനാണ്, ഹിന്ദുവാണ് എന്നുള്ള രീതിയൊക്കെ വെറുതെ പോയി ചൊറിഞ്ഞ് ഇപ്പോ ഷെയ്ൻ നിഗമിന്റെ കാര്യത്തിൽ പണി മേടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പലരും ഇത് തുറന്നു പറയുന്നില്ല എന്ന് തോന്നുന്നു. ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. തുറന്നു പറയുന്നത് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല.